ഒക്ടോബർ 8 ചൊവ്വാഴ്ച. ലൂക്ക 10:38 മുതൽ 42 വരെ വാക്യങ്ങൾ. ഡു യു ലവ് മീ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? 1964 ഒരു മ്യൂസിക്കൽ സിനിമയാണ് ഹിറ്റ് ഫിഡ്ലർ ഓൺ ദ റൂഫ്. അതിലെ ഒരു ഗാനമാണ് ഡു യു ലവ് മീ. ടെവിയും ഭാര്യ ഗോൾഡിയും ചേർന്നാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം ടെവി തൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, ഗോൾഡി, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഗോൾഡി തിരിച്ച് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നോ? 25 വർഷമായി ഞാൻ നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നു, നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നു, നിങ്ങളുടെ മക്കളെ വളർത്തി, നിങ്ങളുടെ പശുവിനെ കറക്കുന്നു. എന്നിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എന്തിനാണ് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? വീണ്ടും അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അതെനിക്കറിയാം, ടെവി പറയുന്നു. പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? 25 വർഷമായി ഞാൻ നിങ്ങളോടൊപ്പം ജീവിച്ചു, നിങ്ങളോടൊത്ത് ഫൈറ്റ് ചെയ്തു, പട്ടിണി കിടന്നു. 25 വർഷമായി എൻ്റെ കിടപ്പറ നിങ്ങളുടെ കട്ടിലാണ്. എന്നിട്ടും ഇത് സ്നേഹമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇന്നത്തെ സുവിശേഷ വായനയിൽ നമുക്ക് പരിചിതമായ മാർത്തായുടെയും മേരിയുടെയും കഥയാണ്. നമുക്കറിയാവുന്നതുപോലെ മാർത്ത ഒരു വർക്കഹോളിക്കായിരുന്നു, മറിയമാകട്ടെ ഒരു കോണ്ടംപ്ലേറ്റീവ്. മറിയവും മാർത്തായും താമസിച്ചിരുന്ന പട്ടണത്തിൽ യേശു വന്നപ്പോൾ അവൻ അവരുടെ വീട്ടിലേക്ക് പോയി. മാർത്ത അവനെ സ്വാഗതം ചെയ്തതിനു ശേഷം ഉടനെ അവന് വേണ്ടി രുചികരമായ ഭക്ഷണം തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് പോയി. എന്നാൽ മറിയമാകട്ടെ യേശുവിൻ്റെ കാൽക്കലിരുന്നു. അവൾ അവനോട് സംസാരിക്കുകയും അവൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ മാർത്തായ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അവൾ എല്ലാ ജോലികളും തനിയെ ചെയ്യുന്നു. മാർത്തായുടെ മനസ്സിൽ അവൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പോലും മേരി തയ്യാറാകുന്നില്ല. മാർത്തായ്ക്ക് ദേഷ്യവും കോപവും വന്നു. ഒടുവിൽ ആ കോപം പ്രകടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ഉയർന്നു. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, കർത്താവ്, എല്ലാ ജോലികളും ചെയ്യാൻ മറിയം എന്നെ തനിച്ചാക്കിയിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയൂ. എന്നാൽ മാർത്ത പ്രതീക്ഷിച്ചതുപോലെയല്ല യേശു അവളോട് പ്രതികരിച്ചത്. വളരെ ഉത്കണ്ഠയും ആകുലതയും ഉള്ളതിനാൽ യേശു മാർത്തായെ മൃദുവായി ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. മേരി ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുത്തു കളയില്ല. ഇന്ന് യേശു നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് മുൻഗണന നൽകുന്നത്? ഇതിന് ഉത്തരം നൽകാൻ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ സമയം ഞാൻ എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഒരു ദിവസം 12 മണിക്കൂറും ഞാൻ ജോലിയിലാണോ? എനിക്ക് താല്പര്യമുള്ള ആളുകളുമായി ഗുണനിലവാരമുള്ള സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്കായി ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തോടും യേശുവിനോടും പരിശുദ്ധാത്മാവിനോടൊപ്പം നമുക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ? തിരക്കേറിയതും വളരെ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതുമായ ഈ ലോകത്ത് വഴിതെറ്റിപ്പോകാൻ, ഓഫ് ട്രാക്ക് ആയി പോകാൻ വളരെ എളുപ്പമാണ്. യേശുവിൽ നിന്ന് അകന്നു പോകാൻ അത് ഇടവരുത്തും. അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇന്ന് യേശു നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിക്കാൻ തയ്യാറാകില്ലേ?
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.